ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഉച്ചക്ക് നമ്മൾ ചോറിനുണ്ടാക്കുന്ന കൂട്ടാനൊക്കെയാണ് കേട്ടോ. ഈ കടച്ചക്ക ഉണ്ടല്ലോ, കടച്ചക്ക വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പിക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ. ഒന്ന് റവ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കുട്ടികളൊക്കെ കഴിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ മഞ്ജുമോൾ സ്കൂൾക്ക് പോയിക്കണ്, റിച്ചുമോൾ സ്കൂൾക്ക് പോകാൻ ഒരുങ്ങണുണ്ട്. പിന്നെന്താ ചോറ് വന്നിട്ടുണ്ട്. ചോറ് മഞ്ജുമോൾക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് അടുപ്പത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ, ഗ്യാസ്മേലാണ് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിനത്. പിന്നെ മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്ത് അങ്ങനെ ഓളൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കൊക്കെയുള്ളത് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കടച്ചക്ക വെച്ചിട്ട് ആണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇതിന് കടച്ചക്ക എന്നാണ് കേട്ടോ പറയില്ല നമ്മളവിടെയൊക്കെ. നിങ്ങളെന്താ പറയലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടി. പല നാട്ടിലും പല പേരേക്കാരല്ലേ. പിന്നെന്താ ഞാൻ ഇപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ട് കേട്ടോ. അതെനിക്ക് അഹങ്കാരം കൂടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, ഞാനിപ്പോൾ തിരക്കിലായിട്ടാണ് പിന്നെ എന്താ പറയുക കമൻറ്റിന് റിപ്ലൈ തരാനൊക്കെ വൈകണത്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ നമുക്ക് വൈഫൈ ആയതുകൊണ്ട് വീട്ടിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നെറ്റ് കിട്ടുള്ളൂ, പുറത്ത് പോകുമ്പോൾ നെറ്റ് കിട്ടൂല. അപ്പോൾ ഇന്നലെ ഞാൻ ചിഞ്ചുനായിട്ട് അങ്ങനെ പോയി. പിന്നെ അതേപോലെ ഇപ്പോൾ നമുക്ക് എക്സാം നടക്കുകയാണ്. ഞാനതൊക്കെ വീഡിയോയിൽ നിങ്ങളോട് പറയലില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ പറയലുണ്ട്. അപ്പോൾ തിരക്കാകുമ്പോൾ മാത്രമേ ഉള്ളൂ റിപ്ലൈ തരാനൊക്കെ വൈകൽ. എന്നാലും ഞാൻ മാക്സിമം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാനൊക്കെ നോക്കലുണ്ട്. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബ് കൂടിക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അഹങ്കാരം കൂടിയിട്ടോ ഒന്നുമല്ല. ഇനിയിപ്പോൾ അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ കമൻറ്റിനൊക്കെ റിപ്ലൈ തരും. ഇന്നും നാളെയും മറ്റന്നാളും കൂടി ഉണ്ട് എനിക്ക് എക്സാം. 14-ാം തീയതി എക്സാം തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയിട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ അപ്പം തന്നെ റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് മാത്രമല്ലല്ലോ നമ്മളെ ജീവിതം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു 10-20 മിനിറ്റ് 10-15 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ കാണുന്നുള്ളൂ. അപ്പോൾ അതല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഇനിയിപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കണമില്ല. അപ്പോൾ നമ്മൾ കടച്ചക്കൊക്കെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്കുള്ള സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്താണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കടച്ചക്ക ഞാൻ മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയിട്ട്. ഇത് തൊലി കളഞ്ഞാണ്ട് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാൽ മതി. ചിലപ്പോൾ ചെറിയ ഒട്ടലൊക്കെ ഉണ്ടെങ്കിലോ, ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്നാലും കുറച്ച് വെളിച്ചെണ്ണ കയ്യുമ്മലാക്കിനി. ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. കറി ഉണ്ടാക്കുന്നത് ഞാൻ ഇനി പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉപ്പേരി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്തിന് കേട്ടോ. ഉപ്പ് ചേർത്ത് വീഡിയോയിൽ കണ്ടിക്കണോ അല്ലേന്ന് അറിയില്ല. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം നിറച്ച് വെള്ളം ഒഴിക്കണ്ട, ഒരു ഇതിങ്ങനെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ ഉപ്പേരി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. കറി ആകുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം ആയാലും കുഴപ്പമില്ല. പിന്നെ ഇത് നല്ല മൂത്ത ചക്കയാണ് കേട്ടോ, അതുകൊണ്ട് കുറേ സമയം വേവിച്ചെടുക്കൊന്നും വേണ്ട, എളുപ്പം വെന്ത് കിട്ടും. അങ്ങനെ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്താണിത് വേവിച്ചെടുക്കുന്നത്. ഇന്ന് രാവിലെ അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് വിറകൊക്കെ ഇതുമ്മ തന്നെയാണ് കേട്ടോ. വിറക് ഇങ്ങനെ വാരൊക്കെ പറയും. പിന്നെ കനലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കത്തിക്കാനുള്ള വിറക് അതിൻ്റെ മേലെ വെച്ചാൽ വിറകെല്ലാം ചൂടാവും. ഈ ഒരു പിന്നെ എന്താ പറയുക, മഴയൊക്കെ പെയ്യുമ്പോൾ വിറകൊക്കെ ഇങ്ങനെ തണുക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് കത്തി കിട്ടാൻ കുറച്ച് ഗതികേടേക്കാരം. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് കത്തി കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഇന്നത്തെ ദിവസം മഴയൊന്നുമില്ല കേട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ കുറച്ച് വിറകും അതേപോലെ ചകിരിയും ഒക്കെ വാരച്ചിട്ടുണ്ട്. ഇനി ചകിരി ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ നല്ലോണം ചൂടായാൽ നല്ലോണം കത്തും കേട്ടോ. അങ്ങനെ നല്ല വിറക് തന്നെ കത്തിക്കണം എന്നില്ല. ചകിരി പിന്നെ നമ്മൾ തേങ്ങ പൊളിക്കണ ചകിരിയൊക്കെ ഉണ്ടായതുകൊണ്ട് ചകിരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേഗം കത്തിച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ അടുപ്പിൻ്റെ ചോട്ടിലാട്ടോ ഞാൻ ഇടൽ. അപ്പോൾ അതിൽ കടന്നാണ്ട് ചെതലുടിക്കും ചെയ്യും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കൂടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അധികം ചകിരി തന്നെയാണ് ഞാൻ കത്തിക്കൽ. ഇപ്പോൾ അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ചകിരിയൊക്കെ അടുപ്പത്തിൽ ഇട്ട് കൊടുത്ത് അടുപ്പൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അപ്പോൾ ചിക്കന് ഫ്രിഡ്ജിലുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട്
അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ടാണ്ട് അതവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ 2-3 സവാള എടുത്ത് വെച്ചിനി, പക്ഷേ 2 സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ കുഞ്ഞു സവാള എടുത്തിട്ടില്ല, അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളിനെക്കാട്ടിലും ചെറിയ ഉള്ളി കൂടുതൽ എടുക്കുമ്പോൾ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സവാള കൂടുതൽ ചേർക്കുമ്പോൾ ഒരു മതിരിപ്പേക്കാരം. അപ്പോൾ ചെറിയ ഉള്ളി ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുള്ളൂ. ഇതൊന്നിപ്പോൾ കുറച്ച് നമുക്ക് നമ്മൾ ആ ചക്ക തൂമിക്കാൻ വേണ്ടിയിട്ട് അതിന് എടുത്ത് വെക്കണം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ചതച്ചെടുക്കും വേണം ചിക്കൻ കറിക്ക്. അപ്പോൾ അതാ നമ്മളെ ചെറിയ കുഞ്ഞു ഉരലുണ്ടല്ലോ, അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിട്ടിട്ടാണ് കേട്ടോ ഒക്കെ ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഉരലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇങ്ങനെ കുത്തി ചതക്കണയിലെടുക്ക് ഇതേപോലെ ഒരു പിന്നെ തുണി എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ ഉരൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ചതക്കാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മളെ കൗണ്ടർ ടോപ്പുമ്പോൾ ഉള്ള ഗ്രാനൈറ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ ടൈൽസ് ആണെങ്കിലും മാർബോണൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അതിങ്ങനെ ഇളകും. അപ്പോൾ അത് പെട്ടെന്ന് വിട്ടു പോരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കേടുവരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചാൽ മതി കേട്ടോ ഉരൽ. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെ ഇക്കാര്യം. എന്നാലും ചിലർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിക്കണ്. പിന്നെ അതേപോലെ ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ആട്ടോ ഞാൻ എടുത്തിനത്. വലിയ പച്ചമുളക് ഇനിയും അത്യാവശ്യം എരിവും ഉണ്ട്. അപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ എടുത്തിക്കണ്. അങ്ങനെ നമ്മൾ ചക്ക വന്ന് നോക്കിയപ്പം ചക്കയൊക്കെ ഇതാ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിക്കണം കേട്ടോ. അത് ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതിക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിനത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചുമന്ന് കാണുന്നത്. എരിവൊക്കെ പാകമാണ് കേട്ടോ, എരിവൊന്നും കൂടിയിട്ടോ ഒന്നുമില്ല. അപ്പം നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനിയും. അപ്പം ഇനി ഇത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കുകയാണ് ഞാൻ. ഇനി ഈ ഒരു അടുപ്പത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇനി അതൊന്ന് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് വെളിച്ചെണ്ണയിലൊന്ന് തൂമിച്ചെടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കടച്ചക്ക ഉപ്പേരി റെഡിയായി. പിന്നെ തേങ്ങ ചതച്ചതൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കുക. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പലരും പല രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഏതായാലും തേങ്ങയൊന്നും ഇപ്പോൾ ചതച്ചിടുന്നില്ല, അങ്ങനെ തന്നെ കടുക് ചെറിയ ഉള്ളിയിട്ട് തൂമിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതാ നമ്മളെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിക്കും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് സവാള അരിഞ്ഞതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ സവാള വേഗം ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിറകടുപ്പിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അധികം മൺചട്ടി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. ഈ ഒരു മൺചട്ടിയിൽ പിന്നെ ഇതേപോലെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമല്ലോ, അങ്ങനത്തെ സമയത്ത് അങ്ങനെ അടി പിടിക്കുകയൊന്നും ചെയ്യില്ല. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിൻ്റെ പോലെയാണ് നമ്മളെ ഈ ഒരു പിന്നെ മണ്ണിൻ്റെ ചട്ടി കേട്ടോ. ഇതും നമ്മളിപ്പം ചക്ക വേവിച്ചെടുത്തല്ലോ, ആ ഒരു ചട്ടി അതേപോലെ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മളിതിങ്ങനെ കുറേ കാലമായില്ലേ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ എണ്ണ കിനിഞ്ഞ് വരും കേട്ടോ അതിൽ നിന്ന്. ഈ മൺചട്ടിയൊക്കെ ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ, എപ്പോഴും ഒന്ന് പൊട്ടേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വഴറ്റാൻ വെച്ചാണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതൊക്കെ അതിലേക്ക് ചേർത്തിന് കേട്ടോ. എന്നിട്ട് അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ടേനും. പിന്നെ അതാ വന്നിട്ട് നമ്മളെ ചക്ക ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. ഇതിക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ തൂമിച്ചാണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ കടച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കണ്ടു കേട്ടോ. ഇതുകൊണ്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കൂല, അങ്ങനെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ കടച്ചക്ക കൊണ്ട് കറി ഉണ്ടാക്കിയാലും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം. ഇത് ചില വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ മരം. ഇത് നമ്മളിപ്പോൾ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്, കടയിൽ നിന്ന് വാങ്ങിയതാണിത്. അങ്ങനെ നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റാൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ സവാളയൊക്കെ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നിക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു 2 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് നല്ല ചുമന്ന കളറായിട്ട് കാണുന്നത്. പിന്നെ എരിവൊക്കെ പാകത്തെ എരിവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു നുള്ള് പിന്നെ എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ പൊടികളായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഗരം മസാല ഒന്നും ചേർക്കണില്ല, അതേപോലെ കുരുമുളക് പൊടിയും ഒന്നും ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഇവിടെ ഗരം മസാല ചിക്കൻ കറിയിലൊന്നും ചേർത്താൽ നമ്മൾ റിച്ച് കൂട്ടിന് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാവുന്നത്. എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും എന്നോട് പറയും, ഉമ്മച്ചി ആ ഒരു ഗരം മസാല ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ പറയും. അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല, ഓനക്ക് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ചേർക്കാതെ തന്നതാണ് ഞാൻ. ചിലർക്ക് അത് ചേർക്കേണ്ടത് ഇഷ്ടമാവും, ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക, ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക. പിന്നെ നമ്മളിതാ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ടേന്, അതേപോലെ പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്നും ഇങ്ങോട്ട് വെന്ത് വരണ്ടേ, അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ.
പിന്നെ തീ കുറേശ്ശേ കത്തണുള്ളൂ, ഒരുപാട് തീയൊന്നും കത്തണില്ല. നല്ലോണം തീ കത്തിയാൽ ചിലപ്പോൾ അടി പിടിക്കും. ഇപ്പോൾ ഇതാട്ടോ നമ്മളെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. തക്കാളിയും സവാളയും ഒക്കെ നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മസാല നല്ലോണം ചിക്കൻക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ തന്നെ വെള്ളം പൊടിഞ്ഞ് വരും. അപ്പം കുറച്ച് ഒരു ഗ്ലാസ്സോ അങ്ങനെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണേക്കാട്ടിലും നല്ലത് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇപ്പോൾ മസാലയൊക്കെ നല്ലോണം ചിക്കനിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഞാൻ കറണ്ടടുപ്പുമ്പോൾ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ പിന്നെ ഒന്ന് വറ്റി വരുമല്ലോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണമില്ല, ഒരു പാകത്തിന് ആണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ മുങ്ങി കിടക്കണ ആ ഒരു രീതിയിൽ. പിന്നെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടേനും, അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇളക്കി നോക്കിയാൽ മതി. പിന്നെ അത്യാവശ്യം കനലൊക്കെ ഉണ്ട് കേട്ടോ അടുപ്പിൽ. ഒരുപാട് തീ കത്തിച്ച് കൊടുക്കൊന്നും വേണ്ട. അങ്ങനെ ചകിരിയിട്ടാൽ നല്ല കനലുണ്ടാവും അടുപ്പിൽ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ തുണികളുണ്ടായിട്ട് അലക്കാൻ സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അതൊക്കെ അലക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചിക്കൻ കറി വന്ന് തുറന്ന് നോക്കിയപ്പോൾ പിന്നെ വെള്ളമൊക്കെ ഒരുവിധമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കും കേട്ടോ. അപ്പം കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞ് വെച്ചില്ലേ നമ്മൾ, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ അതാ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചക്ക ഉണ്ടല്ലോ, ചക്കയും ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ചില ആൾക്കാർക്കൊക്കെ നോമ്പാവും. നമ്മൾ മുഹറം മാസത്തിൽ നോമ്പ് എടുക്കുമല്ലോ. ചിലർ 1 മുതൽ 10 വരെ നോൽക്കും, ചിലർ 9ഉം 10ഉം നോൽക്കും. അങ്ങനല്ലേ, ഒക്കെ അവനെ കൊണ്ട് കഴിയണ പോലെ. അപ്പോൾ എന്തായാലും നമ്മളെ കടച്ചക്ക കൊണ്ടുള്ള ഉപ്പേരിയും നമ്മളെ ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ കടച്ചക്ക എന്ന് വെച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കോണ്ടി. അതേപോലെ എന്താണ് നിങ്ങൾ ഇതിന് പേര് പറയലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വേഗം നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ തരാൻ എന്തായാലും ഞാൻ ശ്രമിക്കും. റിപ്ലൈ തരും ചെയ്യും. അത് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാതെ നിൽക്കരുതേ. നിങ്ങളാണ് എന്നെ അവിടെ വരെ എത്തിച്ചത്, നിങ്ങളെ ഞാൻ എങ്ങനെ മറക്കുമോ? അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. പിന്നെ എൻ്റെ തിരക്കുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എന്നെ കുറിച്ചിട്ടൊക്കെ ഒന്നും അറിയായിട്ടാണ് നിങ്ങൾ അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.